ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മുടെ കമൻസിലും അതുപോലെ തന്നെ ഗ്രൂപ്പിലെല്ലാം വരുന്ന ഒരു എൻക്വയറിയാണ് ഏത് എക്സ്ചേഞ്ചാണ് നല്ലത്, ഏത് എക്സ്ചേഞ്ചാണ് ക്രിപ്റ്റോ കറൻസി വാങ്ങാനായിട്ടും വിൽക്കാനായിട്ടും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനായിട്ടും കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. മെയിനായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു 3 എക്സ്ചേഞ്ചുകളാണ് കോയിൻ സ്വിച്ച്, അതുപോലെ തന്നെ വെസറെക്സ്, ബിനാൻസ്. ഇതിൽ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ആളുകൾ അല്ലെങ്കിൽ പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കോയിൻ സ്വിച്ചാണ്. അതിനുശേഷം വെസറെക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാണ് സാധാരണ ചെയ്യാറ്. പിന്നെ കുറേ ആളുകൾ വെസറെക്സിലേക്ക് ഡയറക്റ്റ് വരും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നല്ലൊരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബിനാൻസ് ആണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിൽ കിടക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു നമ്മുടെ കോയിൻ സ്വിച്ചിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് കോയിൻ സ്വിച്ച് എക്സ്ചേഞ്ച് പുതിയതായിട്ട് വരുന്ന ആളുകൾ എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഇൻ്റർഫേസാണ്. വളരെ വിൽക്കുവാനും വാങ്ങുവാനും വളരെ ലളിതമായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ് അവരുടെ. അതുകൊണ്ടാണ് ഇതിലേക്ക് കൂടുതൽ ആളുകളും ആകർഷണമാവുന്നത്. പക്ഷേ ഞാൻ ഒരു രീതിയിലും നിങ്ങളെ ഈ ഒരു എക്സ്ചേഞ്ച് ഉപയോഗിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യില്ല. സംഭവം എൻ്റെ കയ്യിലും ഈ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. പക്ഷേ ഞാനിത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ എക്സ്ചേഞ്ചിന് ഞാൻ ഓരോ പർപ്പസ് കൊടുത്തിട്ടുണ്ട്. ട്രേഡിങ്, അതുപോലെ തന്നെ നമുക്ക് കോയിൻ വാങ്ങാനും വിൽക്കാനും ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ബിനാൻസ് ആണ്. ബിനാൻസ് എക്സ്ചേഞ്ച് ആണ് ഞാനിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം ബിനാൻസ് എക്സ്ചേഞ്ച് ആണ്. അതെന്താണെന്ന് നമുക്ക് ഓരോ കാര്യങ്ങളിലൂടെ നമുക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇനി ഫസ്റ്റ്, എന്തുകൊണ്ടാണ് കോയിൻ സ്വിച്ച് എക്സ്ചേഞ്ച് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കോയിൻ ഇതിൽ നിന്നും വാങ്ങാനായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ കോയിൻ്റെ റേറ്റ് 26 രൂപയാണ്. ഇപ്പോൾ ഡോജ് കോയിൻ, ഞാൻ ജസ്റ്റ് നിങ്ങളെ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഇത് വാങ്ങിക്കുകയാണെങ്കിൽ 26 രൂപ 42 പൈസ നിങ്ങളതിന് കൊടുക്കണം. അതിനുശേഷം അപ്പോൾ തന്നെ നിങ്ങൾക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റ് 25 രൂപ 87 പൈസയാണ്. ഇതുപോലെ എല്ലാ കോയിനിലും, ഓരോ കോയിനിലും, ഇപ്പോൾ വെറ്റ് കോയിൻ ഇപ്പോഴത്തെ വില 9 രൂപ 82 പൈസ. ഇതിലെ വില സെൽ പ്രൈസ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ 9 രൂപ 53 പൈസ. അതായത് നിങ്ങളൊരു കോയിൻ വാങ്ങി, ആ കോയിൻ വാങ്ങി ആ ഒരു കോയിൻ എന്താ പറയുക, ലോ ലെവലിലേക്ക് പോയി എന്ന് വിചാരിക്കുക, മാർക്കറ്റ് ഡൗൺ ആയി ലോയിലേക്ക് പോയി എന്ന് വിചാരിക്കുക. പിന്നീട് നിങ്ങൾക്ക് ആ കോയിൻ വിൽക്കണമെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച വില വന്നാൽ പോലും ഇതിൽ നിന്നും നിങ്ങൾക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അത്രയും ഒരു അറക്കവാളെന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള പൈസയാണ് ഇവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് നിങ്ങളോട് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ഗുണം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് കൊണ്ട് ഗുണങ്ങളുണ്ട്. ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൽ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ മുകളിൽ മാർക്കറ്റ് ഈസ് ഡൗൺ 3% എന്ന് കാണാൻ പറ്റും 24 മണിക്കൂറിൽ. അതെ, മാർക്കറ്റ് ഡൗൺ, മാർക്കറ്റ് അപ്പൊക്കെ വളരെ വേഗത്തിലും ഏതെല്ലാം കോയിലാണ് ഇപ്പോൾ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതെന്നും ഏതെല്ലാമാണ് ഇപ്പോൾ ഡൗൺ ആയിരിക്കുന്നതെന്നൊക്കെ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു എക്സ്ചേഞ്ചായിട്ട് മാത്രം നമുക്കിതിനെ ഉപയോഗിക്കാം. ഇതിനെ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനോ ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. സോ നിങ്ങൾക്ക് ആ എക്സ്ചേഞ്ച് ഉപയോഗിക്കാം ഞാൻ ഈ പറഞ്ഞ പർപ്പസിന്. രണ്ടാമത്തെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് വെസറെക്സ്. കോയിൻ സ്വിച്ച് പോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ് വെസറെക്സ്. കുറച്ചും കൂടെ അപ്ഗ്രേഡഡ് ആണ്, കുറച്ചും കൂടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഇൻ്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾക്ക് ചാർജസ് മറ്റേതിനേക്കാളും കുറവാണ് നോക്കുമ്പോൾ. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ INR ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ടാണ് കൂടുതൽ ആളുകളും ഈ ഇന്ത്യൻ എക്സ്ചേഞ്ചുകളിലേക്ക് പോകുന്നത്. ബിനാൻസ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചിൻ്റെ ട്രേഡ് വോളിയം എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു കോയിൻ, ഇപ്പോൾ നിങ്ങൾ BTT എന്നുള്ളൊരു കോയിൻ എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ കോയിൻ്റെ ഇവിടെ നമുക്ക് ഈ കോയിൻ ഇപ്പോൾ സെല്ലും ഡൗൺ അപ്പും നടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റിൻ്റെ. ഇപ്പോൾ നിങ്ങളിത് സെല്ല് ചെയ്യാനായിട്ട് 32,394 സെല്ല് ചെയ്യാനായിട്ട് നിങ്ങൾ പോവുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സെൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന ഇത് വളരെ റെയറായിട്ടാണ്. അതായത് അങ്ങനെ എക്സിക്യൂട്ട് ആവില്ല. നിങ്ങളിപ്പോൾ ഒരു സെൽ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് ആവില്ല. നമ്മളൊരു പ്രോഫിറ്റ് ആണെന്ന് തോന്നി അത് അപ്പോൾ തന്നെ എക്സിക്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവില്ല. അതാണ് ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ഒന്നാമത്തെ പോരായ്മ. ഇനി രണ്ടാമത്തെ പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഒരു മാർക്കറ്റ് ഡൗണോ അല്ലെങ്കിൽ ഒരു വലിയ നല്ലൊരു ഹ്യൂജ് ആയിട്ടുള്ള മാർക്കറ്റ് അപ്പോ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ എക്സ്ചേഞ്ച് തുറക്കാൻ പോലും പറ്റില്ല. ഈ എക്സ്ചേഞ്ച് ഫുള്ളി അനങ്ങാത്ത ഒരു ലെവലിലേക്ക് മാറും. സോ നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഡൗണിൽ വാങ്ങാനും മാർക്കറ്റ് അപ്പിൽ വിൽക്കാനും പറ്റുന്ന എക്സ്ചേഞ്ച് ഉണ്ടെങ്കിലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് അനങ്ങാതിരിക്കുന്നൊരു സിറ്റുവേഷൻ, അതായത് മാർക്കറ്റ് ഡൗൺ ആയാലും അനങ്ങില്ല, ഡെപ്പോസിറ്റ് അടക്കില്ല, മാർക്കറ്റ് എന്താ പറയുക നല്ല രീതിയിൽ പമ്പായി ഇരിക്കുന്ന സമയത്ത് വിൽക്കാൻ നോക്കിയാൽ ആ സമയത്ത് എക്സ്ചേഞ്ച് അനങ്ങത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ചേഞ്ച് കൊണ്ട് നമുക്ക് ഗുണമില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ എക്സ്ചേഞ്ചുകളും ഈ പറഞ്ഞ 2 എക്സ്ചേഞ്ചും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. ഇനി ഞാൻ ബിനാൻസ് എന്നുള്ള എക്സ്ചേഞ്ചിലേക്ക് വരാം. ബിനാൻസ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ട്രേഡ് വോളിയം ഭയങ്കര ഹൈ ആണ്. നിങ്ങളിപ്പോൾ ഇതിലൊരു കോയിൻ സെല്ല് ചെയ്യാനായിട്ട് എടുത്തു. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു LTC എന്ന് പറഞ്ഞ കോയിൻ എടുത്തു. LTC എന്നുള്ള കോയിൻ എടുത്ത് ഇതിൽ സെല്ലെടുത്ത് മാർക്കറ്റ് എന്നുള്ളതെടുത്ത് നമ്മൾ 100% കൊടുത്ത് സെൽ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അന്ത സ്പോട്ടിൽ തന്നെ അത് സെല്ലായി നമ്മുടെ വാലറ്റിൽ നമ്മുടെ USDT ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡയറക്റ്റ് INR ഡെപ്പോസിറ്റ് ഇല്ല. അതായത് ഡയറക്റ്റായിട്ട് INR പൈസ ഇന്ത്യൻ രൂപ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഈ എക്സ്ചേഞ്ചിലേക്ക്. ഇതൊരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ എക്സ്ചേഞ്ച് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഇന്ത്യയിൽ ബാനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇന്ത്യൻ എക്സ്ചേഞ്ചസ് ആയിട്ടുള്ള സെപ്പെ പോലുള്ള എക്സ്ചേഞ്ചുകളൊക്കെ തന്നെ പൂട്ടിപ്പോയി. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ബിനാൻസ് എക്സ്ചേഞ്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അഥവാ ഈ ഒരു എക്സ്ചേഞ്ചിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് റിമൂവ് ചെയ്താലും നമുക്ക് VPN ഉപയോഗിച്ച് ഇവരുടെ വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. കഴിഞ്ഞ തവണ ബാൻ ചെയ്ത സമയത്തൊക്കെ ഇതിൽ ഫണ്ട് ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് നമുക്ക് മുന്നേ ഉള്ള ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ ഫണ്ട് സൂക്ഷിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിലായിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നാളെ ഇന്ത്യയിൽ ബാൻ വരുമോ വരാതിരിക്കുമോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും എല്ലാം നടക്കുന്നത്. സോ ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ ടൈം കിട്ടണമെന്നില്ല. കിട്ടുമെന്ന് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നമുക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കിട്ടിയിരുന്നില്ല, കുറേ ആൾക്കാരെ ഫണ്ട് പോയിരുന്നു. സോ ബിനാൻസിലേക്ക് വരാം. ബിനാൻസ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ആദ്യം തന്നെ പരിചയപ്പെടുത്താം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ബിനാൻസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിനാൻസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു